മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആഗോള ഭാഷയാണ് ഇംഗ്ലീഷ്. ആശയവിനിമയത്തിന്റെയും സർഗാത്മകതയുടെയും പുതിയ ആകാശങ്ങൾ ഇംഗ്ലീഷ് നമുക്കായി നൽകുന്നു. വില്യം വേഴ്സ്വർത്ത്, ഷേക്സ്പിയർ, ഷെല്ലി, കീൽസ്, അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സർഗാത്മകതയുടെ ഔന്നിത്യങ്ങൾ കീഴടക്കിയ എത്രയെത്ര മഹാരഥന്മാർ. നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നതും ഇംഗ്ലീഷ് ഭാഷയിലെ പഠന സാധ്യതകളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ കല്യാണി വല്ലത്ത്, എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സ്വാഗതം ചെയ്യുന്നു മാഡത്തെ ആദരപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം മാഡം. മാഡം, നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പഠന സാധ്യതകളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ആഗോള ഭാഷയാണ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുമ്പോൾ ആദ്യമായി ചോദിച്ചുകൊള്ളട്ടെ മാഡം, സമകാലീന ലോകത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രസക്തി വിശദമാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സാമൂഹ്യ പാഠം ആരംഭിക്കാം എന്ന് തോന്നുന്നു. ഇന്ന് ഇപ്പോൾ 21ാം നൂറ്റാണ്ടിൽ ലോകമാകെ വളരെയധികം മാറിക്കഴിഞ്ഞു. ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം വിവിധ മേഖലകളിലുള്ളവർക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകൾ തുറന്നു വന്നിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ പണ്ട് മുതലേ നമ്മൾ പല രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ ഇന്ന് ലോകം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേരളത്തിലേക്ക്. നമ്മുടെ ഇൻഫോ പാർക്കുകൾ വഴിയും ടെക്നോ പാർക്കുകൾ വഴിയും ധാരാളം ഇംഗ്ലീഷ് ഭാഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജോലികൾ വളരെയധികം ഇന്ന് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രസക്തി വളരെയധികം മാറിയിരിക്കുകയാണ്. ഇന്ന് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചവർ മാത്രമല്ല, എഞ്ചിനീയറിംഗും മറ്റ് മേഖലകളിലുള്ളവർക്കുമൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജോലികൾ ചെയ്യാനുമായിട്ടുള്ള അവസരങ്ങൾ കൂടുതലായിട്ടുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ പഠനത്തെ പറ്റിയുള്ള നമ്മുടെ ഈ ചർച്ച വളരെ ഒരു അർത്ഥവത്തായിരിക്കും. മാഡം, ഇപ്പോൾ മാഡം പറയുകയുണ്ടായി സമകാലീന സമൂഹത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രസക്തിയെക്കുറിച്ച്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയാം, പക്ഷെ സംസാരിക്കേണ്ടി വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന്, ഉപയോഗിക്കുന്ന ടെൻസ് കറക്റ്റ് ആണോ, ടെൻസ് ഫോമിനെ കുറിച്ചൊക്കെ മനസ്സുകൊണ്ട് വ്യാകുലപ്പെടുന്നു, ആശങ്കപ്പെടുന്നു. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ മാഡം? വളരെയധികം കാലം ഒരു മലയാളി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നത് വരെയുള്ള കാലം മുഴുവനും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ധാരാളം ഇംഗ്ലീഷുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ വഴിയും അല്ലാതെയും ഒക്കെ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ആകെ ഒരു ഭയമാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. അതിന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ്. അത് പ്രത്യേകിച്ച് മലയാളിക്ക്. ഉത്തരേന്ത്യക്കാരൊക്കെ തെറ്റായ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ധൈര്യപൂർവ്വം പറയുമ്പോൾ മലയാളിക്ക് എന്നും ഒരു തെറ്റുമോ എന്നുള്ള ഭയമാണ്. പ്രൊണൗൺസിയേഷൻ, ആത്മവിശ്വാസക്കുറവാണ് പ്രൊണൗൺസിയേഷനെ പറ്റിയിട്ടും ഗ്രാമറിനെ പറ്റിയിട്ടും ഒക്കെ തന്നെ. ആ കോൺഫിഡൻസ് നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക്. അത് പ്രധാനമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ഇംഗ്ലീഷ് ഒരു എന്താ പറയാ, നമ്മുടേതായ ഒരു ഭാഷയായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ ജാടയായിട്ടും അത് അനാവശ്യമായിട്ട് വെറുതെ ഷോ കാണിക്കുന്നതായിട്ടും ഒക്കെ വിചാരിച്ച് അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. ഇംഗ്ലീഷ് നമ്മുടെയും കൂടി ഭാഷയാണ്. നമ്മൾ എത്ര അധികം ഇംഗ്ലീഷ് വാക്കുകളാണ് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ ഓർമ്മിക്കണം. പിന്നെ മറ്റൊരു പ്രശ്നം സംസാരിക്കുമ്പോൾ ഉള്ളത്, ഈ കോൺഫിഡൻസ് കൂടാതെ ഒരു എറ്റിക്കറ്റിന്റെ പ്രശ്നമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ചില ചേഷ്ടകളും ചില ഒരു രീതികളുണ്ട്. അത് നമ്മൾ കൂടുതൽ മറ്റേ ടെലിവിഷൻ വഴിയും സിനിമകൾ കാണുമ്പോഴും പിന്നെ ട്രാവൽ ചെയ്തിട്ടും ഒക്കെ അത് നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ലാതെ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മളത് സ്വായത്തമാക്കാൻ ശ്രമിക്കണം. മലയാളത്തിന്റെ രീതിയിലല്ല മറ്റു ഭാഷകളെല്ലാം സംസാരിക്കേണ്ടത്. ആ എറ്റിക്കറ്റ് നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ കോൺഫിഡൻസും ഒരു സംസാരിക്കുന്നതിന്റെ ഒരു ഭംഗിയും കൂടെ വരും. ഇതിനേക്കാളൊക്കെ പ്രാധാന്യം കുറവാണ് എനിക്ക് തോന്നുന്നു പ്രൊണൗൺസിയേഷന്റെ തെറ്റിനും ഗ്രാമറിന്റെ തെറ്റിനും ഒക്കെ ഉള്ളത്. അത് നാച്ചുറലി നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടിക്കോളും. എക്സ്പോഷർ ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണം. അതിന് കോൺഫിഡൻസും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് വേണം. നമ്മൾ ഭാഷ സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിവാവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരങ്ങൾ നമുക്ക് സ്വയം നിഷേധിക്കപ്പെടും. മാഡം പറയുകയുണ്ടായി, ഭാഷയിൽ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുവാൻ സാധിക്കാതെ പലപ്പോഴും പോകുന്നത് കോൺഫിഡൻസിന്റെ, ആത്മവിശ്വാസത്തിന്റെ അപര്യാപ്തതയാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ സ്പീക്കിംഗ് സ്കിൽസ് വികസിപ്പിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പറയുന്നത്? ഒരു സ്വിമ്മിംഗ് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന പോലെയാണ് സ്പീക്കിംഗ് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത്. സ്പീക്കിംഗ് പഠിക്കാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സംസാരിക്കുക തന്നെയാണ്. സംസാരിക്കുക, ഈ LSRW എന്ന് പറയും, ലേണിംഗ് അല്ല ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ സ്കിൽസ് എല്ലാം തന്നെ നമ്മൾ ഭാഷയുടെ ഒരു പഠനത്തിൽ ഉൾപ്പെടുത്തി അത് എല്ലാത്തിലും നമ്മൾ പരിജ്ഞാനം നേടേണ്ടതാണ്. കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും കേൾക്കുകയും അതിന് പിന്നെ ഓഫ് കോഴ്സ് എഴുതുകയും
വായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വാക്കുകൾ അറിയാൻ പറ്റും, ഗ്രാമർ കുറച്ചും കൂടി കറക്റ്റ് ആവും, നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരും. ട്രാവൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ട്രാവലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യക്ക് വെളിയിലേക്ക് പറ്റുമെങ്കിലും ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും അതുവഴി നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തീർച്ചയായിട്ടും വരികയും ചെയ്യും. പിന്നെ വായനയോട് കൂടുതൽ ഒരു വിമുഖതയാണ് എല്ലാവർക്കും. വായന ഒരു അരമണിക്കൂറെങ്കിലും ദിവസം ചെയ്യുമെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്നതാണ്, ഒരു അരമണിക്കൂറെങ്കിലും ദിവസം വായിക്കുമെങ്കിൽ അത്രയും കൂടുതൽ ഭാഷാ പരിജ്ഞാനം നമുക്കുണ്ടാവും. മേഡം, ഇംഗ്ലീഷ് ഭാഷ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ സ്കൂൾ ലെവലിലാണ് ഇംഗ്ലീഷ് ഭാഷ പരിചയപ്പെട്ട് തുടങ്ങുന്നത്, റിട്ടൺ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീക്കിംഗ് ലാംഗ്വേജ് ആയിട്ടൊക്കെ പരിചയപ്പെടുന്നത്. സ്കൂൾ ലെവലിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആദ്യം കുട്ടി പഠിക്കുന്നത് ഗ്രാമറാണ്. ടെൻസ് ഫോംസ് ഒക്കെ പഠിച്ചിട്ട് വരുമ്പോൾ ഈ ഗ്രാമർ പഠിച്ച് ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കുമ്പോൾ ഇത് പലപ്പോഴും ഭാഷയുടെ വഴക്കത്തെ അല്ലെങ്കിൽ സുഗമമായ ഒരു ആശയ വിനിമയത്തെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷ പഠനത്തിന്റെ ഒരു ന്യൂനതയാണ്. ഒന്ന് പറയാമോ മേഡം? തീർച്ചയായിട്ടും കിരൺ ഇപ്പൊ പറഞ്ഞത് ഈ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലെ ഒരു വലിയൊരു ന്യൂനതയെ പറ്റി തന്നെയാണ്. നമ്മൾ ഭാഷയെ അത് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് വേണം കാണാനായിട്ട്, അതൊരു ഹോളായിട്ടുള്ള ഒരു മുഴുവനായിട്ടുള്ള ഒരു സംഗതിയായിട്ട്, അല്ലാതെ ഈ ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ ഇങ്ങനെ അതിനെ വ്യത്യസ്തമായിട്ട് പിരിച്ചു കാണരുത്. സ്കൂളുകളിൽ ഗ്രാമറിന് കുറച്ച് കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊരു തിയറിറ്റിക്കലായിട്ട് ഈ ഗ്രാമർ പഠിപ്പിക്കാതെ കുറച്ച് നാച്ചുറൽ ആയിട്ട് അത് ഇംബൈബ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. സ്വന്തമായിട്ട് ഈ ഗ്രാമർ നമ്മൾക്ക് ഉള്ളിലേക്ക് നമുക്ക് തന്നെ കിട്ടിക്കോളും. അത് വേറെ തിയറിറ്റിക്കലായിട്ട് ഇത്ര അധികം അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഗ്രാമർ തീരെ പഠിപ്പിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു കുട്ടികളുടെ പാർട്ടിസിപ്പേഷനോട് കൂടി സിറ്റുവേഷണലായിട്ട് അത് സ്വായത്തമാക്കാനായിട്ടുള്ള അവസരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗ്രാമർ തെറ്റിയാൽ ഇത്ര വലിയൊരു കുഴപ്പമാണെന്ന് വിചാരിപ്പിക്കാതെ സ്വയം അത് കറക്റ്റ്നെസ്സിലേക്ക് കുട്ടികളെ സ്വയം പോകാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തെറ്റുമോ എന്നുള്ള ഭയം ഉണ്ടാക്കാനും പാടില്ല. ഈ ഗ്രാമറിൽ ആശങ്ക സൃഷ്ടിക്കാൻ പാടില്ല. ഗ്രാമർ ക്ലാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇന്ന് ഓൾഡ് ഫാഷൻഡ് ആയിരിക്കുകയാണ്. ഗ്രാമർ ക്ലാസ് പ്രത്യേകിച്ച് വേണ്ട, അത് സംസാരത്തിലൂടെയും പ്രയോഗത്തിലൂടെയും ഗ്രാമർ നമുക്ക് കിട്ടേണ്ടതാണ് നാച്ചുറലി തന്നെ. മേഡം, അതുപോലെ തന്നെ ആശയവിനിമയത്തിനോടൊപ്പം ഇംഗ്ലീഷ്, യൂണിവേഴ്സൽ ലാംഗ്വേജായ ഇംഗ്ലീഷ് നമുക്ക് മുമ്പിൽ ഒട്ടനവധി ജോലി സാധ്യതകളും പ്രദാനം ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ ജോലി സാധ്യതകളെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ മേഡം? ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പണ്ട് മുതലേ തന്നെ ആശയവിനിമയമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. പണ്ട് മുതലേ തന്നെ അതിന്റെ പ്രധാനമായ ഒരു ജോലി സാധ്യത ടീച്ചിങ് ആണ്. സ്കൂൾ ടീച്ചിങ്ങും കോളേജ് ടീച്ചിങ്ങും, ഇംഗ്ലീഷ് MA അല്ലെങ്കിൽ BA കഴിഞ്ഞാൽ സ്കൂൾ ടീച്ചറോ കോളേജ് ടീച്ചറോ ആവുക എന്നുള്ളതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി. പക്ഷെ ഇപ്പോ ഈ ടീച്ചിങ്ങിനകത്ത് തന്നെ വേറെ പല സാധ്യതകളും വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുക, ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുക, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക മുതലായ ഒരുപാട് IT ഇൻഡസ്ട്രിയിലും ബിസിനസ് മാനേജ്മെന്റ് മേഖലകളിലും ഒക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ടീച്ചിങ് മാത്രമല്ല ഇംഗ്ലീഷിന്റെ ഒരു സാധ്യത. ഇന്ന് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ്സ് ഉണ്ട്. അത് കോമ്പയറിംഗ് ആവാം, ന്യൂസ് എഡിറ്റിംഗ് ആവാം, ന്യൂസ് റീഡിംഗ് ആവാം. കൂടാതെ മീഡിയ മാത്രമല്ല ബിസിനസ് മേഖലകളിലും HR ആയിട്ടും അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് മേഖലകളിലും ഒക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വളരെയധികം സാധ്യതകളുണ്ട്. റൈറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ്, പിന്നെ കോണ്ടന്റ് റൈറ്റിംഗ്, ഇപ്പൊ വെബ്സൈറ്റ്സിന് കോണ്ടന്റ് എഴുതുക, ഇതിലൊക്കെ ആളെ ഇപ്പൊ കിട്ടാനില്ല. ഇംഗ്ലീഷ് ഭാഷ നല്ലോണം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിലേക്കൊക്കെ കടന്നു ചെല്ലാവുന്നതാണ്. പിന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ജോലിയാണ്. മറ്റേ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇപ്പൊ ഇംഗ്ലീഷിൽ ഇന്ത്യയിൽ നിന്നുള്ള ചിൽഡ്രൻസ് ലിറ്ററേച്ചർ വളരെയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒരുപാട് പേരെ അതിലേക്ക് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കാൻ, എഡ്യൂക്കേഷണൽ ബുക്സ് ഉണ്ടാക്കാൻ, അതിനൊക്കെ ഈ പബ്ലിഷേഴ്സ് ആളെ തപ്പി നടക്കുവാണ്. കൂടാതെ ഓൺട്രപ്രണറിയൽ ആയിട്ടുള്ള ഒരുപാട് സാധ്യതകളും ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക്. സ്വന്തമായിട്ട് ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റും. ഇപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു സംരംഭത്തിനെ കുറിച്ച് ആലോചിക്കാം. മേഡം, നമുക്ക് വിദേശത്തെ ഗവേഷണ സാധ്യതകളിലേക്കൊക്കെ മടങ്ങി വരാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ, പരിചയപ്പെടുത്താമോ? പേരെങ്ങനെയാണ്? എവിടുന്നാണ് ഫ്രോസ് വിളിക്കുന്നത്? നാം സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പഠന സാധ്യതയെക്കുറിച്ചും തൊഴിൽ സാധ്യതയെക്കുറിച്ചും ഒക്കെയാണ്. മാഡം ഉണ്ട്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ ഫൈറൂസ്. ഹലോ മാഡം, ഞാൻ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരാളാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് സംശയമാണ്. അതായത് ഒരു സജഷൻ, നമ്മള് സ്റ്റുഡൻസ് ഒരുപാട് ടീച്ചേഴ്സാണ് നമ്മൾ ക്ലാസ്സിൽ അധികം വരാറുള്ളത് സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനേക്കാൾ.
ടീച്ചേഴ്സ് ആണ് വരുന്നതെന്നോ? ടീച്ചേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ തന്നെ ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ തന്നെ ഒരുപാട് ടീച്ചേഴ്സിന് ബിഎഡും പിജിയും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് അവർക്ക് ആക്ച്വലി ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഇംഗ്ലീഷില് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ച് അറിയില്ല, വവൽസ് എന്താണെന്ന് അറിയില്ല, വവൽസ് അക്ഷരങ്ങൾ അറിയാം, പക്ഷെ അതിന്റെ യൂസേജ് എന്താണെന്ന് അറിയില്ല. അതാണ് ടീച്ചേഴ്സിന്റെ ഒരു ലെവല്. അതായത് ഇത്രയും വർഷം അവർ പഠിച്ചിട്ടും അവർ ശരിക്കും ഇംഗ്ലീഷ് ഭാഷ ഇതെന്താ മനസ്സിലായില്ല. നമ്മൾ ഒരു സയൻസ് പോലത്തെ വിഷയം നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ച് പഠിക്കുന്ന പോലെയാണ് ഇംഗ്ലീഷ് അവർ പഠിച്ചത്. ഹൃദയം കൊണ്ട് പഠിക്കുന്നതാണ് ലാംഗ്വേജ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഹൃദയം കൊണ്ട് പഠിക്കാനുള്ളൊരു മാർഗം ഇപ്പൊ സ്റ്റുഡൻസിനായാലും അങ്ങനെ ആ രീതിയിൽ ഹൃദയം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞ പോലെ ബൈഹാർട്ട് ആക്കുന്ന സിസ്റ്റം അല്ല, മനസ്സിലാക്കുന്ന സിസ്റ്റം നമ്മളെ സ്റ്റുഡൻസിന് കൊടുത്തൂടെ. ട്രെയിനിങ്ങിന്റെ പോലെയുള്ള നല്ലൊരു സിസ്റ്റം, നല്ലൊരു സിസ്റ്റം ഇംഗ്ലീഷിൽ നമുക്ക് വരുത്തിക്കൂടെ. പോയട്രി അങ്ങനത്തൊക്കെ പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ലാംഗ്വേജിൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. ശരിക്കും ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ എന്നുള്ളതാണ്. അതെ അതെ, നമ്മുടെ വിദ്യാഭ്യാസത്തിലെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ വിരൽ. അതായത് ഇംഗ്ലീഷ് ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ടീച്ചേഴ്സ് ആയിട്ട് തന്നെ വരുന്നത്. ഇംഗ്ലീഷ് തന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അവര്. അതിനുള്ളൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ആയിട്ട് ബന്ധപ്പെടുത്തിയ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ടും ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ ഒരുപാട് ചെയ്യിപ്പിക്കണം. അപ്പൊ അത് നമ്മുടെ ഭാഷയായി മാറും ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വെറുതെ ഏതോ ഒരു വിദേശികളുടെ ഭാഷയായിട്ട് നിലനിർത്താതെ അതിൽ നമ്മളെ പറ്റിയിട്ടും നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ടും ഒക്കെ ആശയവിനിമയം നടത്താനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുകയും അത് ക്ലാസ് റൂമിന് പുറത്തേക്കും വ്യാപിപ്പിക്കാൻ പറ്റിയാൽ വളരെയധികം നന്നായിരിക്കും. അതായത് ആക്ച്വലി ഏതെങ്കിലും ഇമെയിൽ അയക്കുക, ആരോടെങ്കിലും ഇംഗ്ലീഷിൽ ഫോൺ വിളിച്ച് സംസാരിക്കുക മുതലായ ആക്ടിവിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങളുടെ പോലത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിലും ഒക്കെ നടത്തിയാൽ അത് ജീവിതത്തിൽ ആശയവിനിമയം നടത്തുന്നതിനൊരു വലിയൊരു ഉപാധിയായിട്ട് മാറും. അപ്പൊ ഈ ഇംഗ്ലീഷിനോടുള്ള ഭയവും അതിനകത്തുള്ള എന്താ പറയാ ഒരു പരിജ്ഞാനമില്ലായ്മയൊക്കെ അതോടുകൂടി തന്നെ മാറിക്കോളും. പിന്നെ ഈ പറഞ്ഞതുപോലെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും കുറച്ച് ഗ്രാമറും വവൽസ് എന്താ ടെൻസ് എന്താ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അവര് മുൻകൈ എടുത്ത് നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വരുന്നു എന്നുള്ളത് വലിയൊരു ആശയ്ക്ക് വകയുള്ള കാര്യമാണ്. ടീച്ചേഴ്സിന് വളരെ താല്പര്യമുണ്ട് നന്നായിട്ട് പഠിക്കണം എന്നും ഇംപ്രൂവ് ചെയ്യണം എന്നും കുട്ടികളെ കുറച്ചുകൂടി നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയണം എന്നും. അപ്പൊ നമുക്ക് കൂട്ടായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ. നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഓക്കെ ഫൈറൂസ്, വിളിച്ചതിന് വളരെയധികം നന്ദി. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഫൈറൂസ് ചോദിച്ചത്. നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം മാഡം. സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി. ഇത്തവണത്തെ വിഷു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിനോടൊപ്പം വിഷുവിന് കണി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. വിഷു സ്പെഷ്യൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിന്റെ എപ്പിസോഡിനായി കാത്തിരിക്കുക. തൃശൂർ പൂരം 2016 തത്സമയ സംരക്ഷണം രാവിലെ 11:25 മുതൽ 12:40 വരെ, ഉച്ചയ്ക്ക് 2:25 മുതൽ 6:30 വരെ നിങ്ങളുടെ ദൂരദർശനം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. സാമൂഹ്യപാഠം. നാം സംസാരിക്കുന്ന വിഷയം ഇംഗ്ലീഷ് ഭാഷയിലെ പഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളും. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ കല്യാണി വല്ലറ്റ്. മാഡം, നാം ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ ജോലി സാധ്യതകളെക്കുറിച്ചും ഗവേഷണത്ത് വിദേശത്തുള്ള സാധ്യതകളെക്കുറിച്ചുമായിരുന്നു. വിശദമാക്കാം മാഡം. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വിദേശത്തും വളരെയധികം സാധ്യതകളുണ്ടെന്ന് പറയേണ്ടതില്ല.
കാരണം നമ്മൾ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി ആശയവിനിമയം നടത്തണമെങ്കിൽ ഇംഗ്ലീഷാണ് പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷേ ഈ ഇംഗ്ലീഷിനെ വെറും ഒരു ഭാഷയായിട്ട് നിർത്താതെ അതിനെ മറ്റ് സബ്ജക്ട്സുമായിട്ട് മറ്റ് സ്കിൽസുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് പഠിക്കുകയാണെങ്കിൽ വിദേശത്ത് വളരെയധികം നമുക്ക് ശോഭിക്കാൻ കഴിയും. അതായത് ഇംഗ്ലീഷ് ഭാഷയും കമ്പ്യൂട്ടർ സ്കിൽസും, ഇംഗ്ലീഷ് ഭാഷയും മാനേജീരിയൽ സ്കിൽസും, ഇംഗ്ലീഷ് ഭാഷയും പ്രത്യേകിച്ച് റിട്ടൺ സ്കിൽസും, ഇങ്ങനെയുള്ള പല വേറെ സ്കിൽസുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് ഇംഗ്ലീഷിനെ പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇംഗ്ലീഷ് ഭാഷയെ അതായിട്ട് മാത്രം നിർത്തിയാണ് ഇപ്പൊ ഇംഗ്ലീഷ് സ്കൂളുകളിലും കോളേജുകളിലും ഒരുപാട് പഠിപ്പിക്കുന്നത്. പക്ഷെ സോഷ്യൽ സയൻസസുമായിട്ടും സയൻസസുമായിട്ടും മറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ആയിട്ടും ഒക്കെ ചേർത്ത് അതിലൂടെ ഇംഗ്ലീഷിനെ പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ നമ്മുടെ MA, BA മറ്റേ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ഒക്കെ വിദേശത്ത് പലപ്പോഴും അംഗീകരിക്കുന്നില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റീസിന്റെ ഡിഗ്രീസ് മാത്രം പോരാ വിദേശത്ത് പോകാനായിട്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, ഓരോ യൂണിവേഴ്സിറ്റികളെ റിക്വയർമെന്റ്സിനെ കുറിച്ച് അറിയുക, വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ റിക്വയർമെന്റ്സിനെ കുറിച്ച് അറിയുക, എക്സ്ട്രാ എന്തെങ്കിലും കോഴ്സസ് ചെയ്യാം. ചിലപ്പോൾ പരീക്ഷകൾ എഴുതേണ്ടതായിട്ട് വരും, IELTS, TOEFL പോലത്തെ പരീക്ഷകൾ എഴുതേണ്ടതായിട്ട് വരും. അതിനൊക്കെ ഈ കുട്ടികൾക്ക് ഒരു ഓറിയന്റേഷൻ കൊടുക്കണം കോളേജിൽ നിന്ന് തന്നെ. അങ്ങനെ അവരെ വിദേശത്ത് പോകാനും അവിടുത്തെ പല സ്കോളർഷിപ്സുകൾ കിട്ടാനും അവിടെ പോയി റിസർച്ച് ചെയ്യാനും ഒക്കെ കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒക്കെ ഒരു എൻകറേജ്മെന്റ് അവർക്ക് കൊടുക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എക്സ്ചേഞ്ച് പ്രോഗ്രാംസിൽ കൂടിയും അല്ലാതെയും ഒക്കെ പോകാൻ കഴിയും. ആളുകൾക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടും. അവരിലൂടെയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. എല്ലാ മേഖലകളിലും ഈ ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടെങ്കിൽ ആളുകൾക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കോളേജസും മുൻകൈ എടുക്കേണ്ടതാണ് ശരിക്കും. മാഡം, നമ്മുടെ ഒരു പ്രേക്ഷകൻ ശരി. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, പരിചയപ്പെടുത്താമോ? പേരെങ്ങനെയാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? പേരെങ്ങനെയാണ്? ഫൈൻ സാർ. വിജയനാണ്. പറഞ്ഞോളൂ സാർ. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അതിലൊന്ന്, ഇവിടെ ഗുജറാത്തിലെ ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് എന്താ പറയുന്നത്, അതിന് ഇത് ട്രാൻസ്ലേഷൻ മെത്തേഡാണ് അവർ ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി ട്രാൻസ്ലേഷൻ മെത്തേഡ്, അതായത് ലോക്കൽ ലാംഗ്വേജിൽ എന്തെങ്കിലും ഏതെല്ലാം സെന്റൻസ് ഉണ്ടോ അതിന്റെ ഇംഗ്ലീഷ് ഉണ്ടാക്കി അങ്ങനെയാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിനെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? രണ്ടാമത്തെ ചോദ്യം. ഹലോ, രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിച്ചോളൂ. രണ്ടാമത്തെ ഇത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് TOEFL, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാവുന്നു. ഈ ട്രാൻസ്ലേഷൻ മെത്തേഡ് വളരെ ആദ്യകാലം മുതലേ ഉള്ള ഒരു മെത്തേഡാണ്. മലയാളത്തിൽ അല്ലെങ്കിൽ ഗുജറാത്തിയിൽ ആലോചിക്കുക, അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതി. പക്ഷെ അതിപ്പോ അത്ര ഒരു മോഡേൺ മെത്തേഡായിട്ട് അതിനെ അംഗീകരിക്കാറില്ല. ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാനും ഇംഗ്ലീഷിൽ തന്നെ ആശയവിനിമയം നടത്താനുമാണ് നമ്മൾ ഒറിജിനലി നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത്. പക്ഷെ ട്രാൻസ്ലേഷൻ മെത്തേഡ് മുഴുവനായിട്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ട്രാൻസ്ലേഷൻ മെത്തേഡ് ഒരു തുടക്കമായിട്ട് വെച്ചുകൊണ്ട് പിന്നീട് മറ്റു മെത്തേഡ്സിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. ഈ ഒരു മെത്തേഡ് അത്ര ശരിയല്ലെങ്കിലും അത് ഇപ്പൊ ഓൾറെഡി അവിടെ ഗുജറാത്തിൽ അത് യൂസ് ചെയ്യായതുകൊണ്ട് അത് മുഴുവൻ തെറ്റാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റ് മോഡേൺ മെത്തേഡ്സിലേക്ക് പോകാമല്ലോ. ഇംഗ്ലീഷിലെ ആശയവിനിമയം കുറച്ചുകൂടി മാതൃഭാഷയിൽ നിന്ന് മറ്റേ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ് സെക്കൻഡ് ലെവലായിട്ട്. ഇത് മറ്റേ രണ്ടാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് മാഡം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് വിശദീകരണം തരാം. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ഒരു പരീക്ഷയാണ്. അതിന് ധാരാളം പേര് ഇതുവരെ എഴുതുകയും ഒരുപാട് പേർക്ക് അതുകൊണ്ട് ജോലികൾ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് ഇന്ത്യയുടെ പല ഭാഗത്തും വർഷത്തിൽ പല പ്രാവശ്യവും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ മെറ്റീരിയൽ കിട്ടാനുണ്ട്, ബുക്സ് കിട്ടാനുണ്ട്, കോച്ചിങ് സെന്റേഴ്സ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ അതിന്റെ ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും TOEFL നന്നായിട്ട് പാസ്സാവാൻ പറ്റും. അത് പാസ്സായി കഴിഞ്ഞാൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുന്നതിന് അത് ആവശ്യമാണോ? അതൊരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ്. TOEFL പാസ്സായതുകൊണ്ട് മാത്രം ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല. പാസ്സാകാതെ കിട്ടില്ലല്ലോ. ഇല്ല. പലയിടത്തും
ടോഫലിൽ ഇത്രയും ബാൻഡ് വേണം എന്ന് അവർ റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് മാത്രമല്ല അതിനുവേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യും. ടോഫലിന് ഇന്റർനെറ്റിൽ പോയിട്ട് മറ്റേ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിന്റെ സകല ഡീറ്റെയിൽസും അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അത് എഴുതുന്നില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും അതിന്റെ മെറ്റീരിയൽ ഒക്കെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നന്ദി. മാഡം, നാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാഡം പറയുകയുണ്ടായി റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ച്. നമ്മുടെ മാന്യപ്രേക്ഷകനായ ഫൈറൂഖും സൂചിപ്പിച്ചു നമ്മുടെ അധ്യാപകർ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഭാഷയാകണം ഇംഗ്ലീഷ്. പലപ്പോഴും നമ്മൾ റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾ സ്റ്റോറി റൈറ്റിംഗ് അല്ലെങ്കിൽ എസ്സേ റൈറ്റിംഗ്, പോയട്രി റൈറ്റിംഗ് ഇതുപോലുള്ള റൈറ്റിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ല് വികസിപ്പിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് വിശദമാക്കാം മാഡം. റൈറ്റിംഗ് സ്പീക്കിങ്ങിനേക്കാൾ വളരെ വ്യത്യാസമാണ്. റൈറ്റിംഗിൽ കുറേയും കൂടി ഗ്രാമറും വൊക്കാബുലറിയും സ്പെല്ലിങ്ങും അതിന്റെ ശൈലികളും ഒക്കെ വളരെ വളരെ പ്രധാനമാണ്. റൈറ്റിംഗ് പല രീതിയിലുണ്ട്. ഒന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഇപ്പൊ നിങ്ങൾ പറയേണ്ടായി. ക്രിയേറ്റീവ് റൈറ്റിംഗിന് കുറേയും കൂടി ഇമാജിനേഷനും ഒരുപാട് വായനയും ഒരുപാട് പ്രാക്ടീസും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ ടെക്നിക്കൽ റൈറ്റിംഗ് മറ്റൊരു തരം റൈറ്റിംഗ് ആണ്. അത് നമ്മൾ വീട്ടിലിരുന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അതിന് കോഴ്സസ് ഉണ്ട്. ടെക്നിക്കൽ റൈറ്റിംഗ് കോഴ്സസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വേറെ ചില വൊക്കാബുലറി ഉണ്ട്. വേറെ വാക്കുകളും വേറെ രീതികളുമാണ് ടെക്നിക്കൽ റൈറ്റിംഗിന് വേണ്ടത്. വേറൊരു തരം റൈറ്റിംഗ് ആണ് കോണ്ടന്റ് റൈറ്റിംഗ്. അതായത് വെബ്സൈറ്റുകൾക്കുള്ള മാറ്റർ എഴുതുക പ്രധാനമായിട്ട്. അതാണ് ഇപ്പൊ ഒരു വളരെ ഇന്നായിട്ടുള്ള ഒരു കാര്യം, ഒരു വളരെ ഡിമാൻഡ് ഉള്ള ഒരു കാര്യമാണ് ഈ ടെക്നിക്കൽ കോണ്ടന്റ് റൈറ്റിംഗ്. അതിനും അതിൻ്റെതായ ചില രജിസ്റ്റേഴ്സ് ഉണ്ട്, ചില രീതികളുണ്ട്. പൊതുവായിട്ട് പറഞ്ഞാൽ റൈറ്റിങ്ങിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗ്രാമർ വേണം, നല്ല മറ്റേ വൊക്കാബുലറി വേണം, ഇഡിയംസും വേർബ്സും ഫ്രേസൽ വേർബ്സിന്റെ യൂസും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് പൊതുവായിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു നല്ല റൈറ്റർ ആവാൻ പറ്റില്ല. എന്ത് തരം റൈറ്റിംഗ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെതായ രീതികൾ മനസ്സിലാക്കി അതിൽ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് വായനയും ഒക്കെ നേടിയെടുക്കുകയാണെങ്കിൽ നല്ല റൈറ്റർ ആവാൻ പറ്റും. മാഡം, ഇപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗിനെ കുറിച്ചും ടെക്നിക്കൽ റൈറ്റിംഗിനെ കുറിച്ചും പറയുകയുണ്ടായി. ഒന്ന് വിശദമാക്കുക മാഡം, എന്താണ് ടെക്നിക്കൽ റൈറ്റിംഗ്? ടെക്നിക്കൽ റൈറ്റിംഗിന്റെ ജോലി സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ള ഒരു കാര്യമാണ് ടെക്നിക്കൽ റൈറ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഒരു വാഷിംഗ് മെഷീൻ, അതിന്റെ ബ്രോഷർ ഉണ്ടാക്കുക, അതിനെപ്പറ്റി ആളുകൾക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുക, അതിനാണ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സയൻസും ടെക്നോളജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ടെക്നിക്കൽ റൈറ്റിംഗ് പലപ്പോഴും കിടക്കുന്നത്. അതിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ, അതിനകത്ത് കുറച്ച് ഈ എന്തിനെ പറ്റിയാണോ നമ്മൾ എഴുതുന്നത് അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം കൂടി നമുക്ക് വേണ്ടതായിട്ടുണ്ടാവും. അതിൻ്റെതായ ചില രീതികളുണ്ടാവും. എല്ലാത്തരം റൈറ്റിംഗും ഒരുപോലെ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ രീതികൾ സ്വായത്തമാക്കാനും ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ടാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. ഈ ടെക്നിക്കൽ റൈറ്റിംഗ് കോഴ്സുകൾ നല്ല രീതിയിൽ കഴിഞ്ഞാൽ, അത് പാസ്സാവാൻ കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ നിങ്ങളെ അബ്സോർബ് ചെയ്യും. ഒരുപാട് കമ്പനികളിൽ ജോലി കിട്ടാനായിട്ട് അത് സാധിക്കും. മാഡം, അതുപോലെ തന്നെ നമുക്കറിയാം മത്സര പരീക്ഷകൾക്ക് ഇന്ന് ഇംഗ്ലീഷ് ഒരു അനിവാര്യതയാണ്. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സ്വായത്തമാക്കിയാൽ മാത്രമേ മത്സര പരീക്ഷകൾക്ക് നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. സെറ്റ്, നെറ്റ്, UGC തുടങ്ങിയ എല്ലാ എക്സാമിനേഷനും ഇംഗ്ലീഷ് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുമ്പോൾ ഇംഗ്ലീഷ് കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാം. ഈ പറഞ്ഞ പോലെ മത്സര പരീക്ഷയും ഒറ്റ ഒരു സംഗതിയല്ല. ഏത് പരീക്ഷ എന്നുള്ളത് വലിയ വ്യത്യാസങ്ങളുണ്ട്. ചിലതരം പരീക്ഷകൾക്ക് ഗ്രാമറാണ് പ്രധാനമായിട്ട് വരുന്നത്. എല്ലാ പരീക്ഷകൾക്കും ഗ്രാമറിൽ ഒരു പരിജ്ഞാനം തീർച്ചയായിട്ടും വേണം. തെറ്റില്ലാത്ത ഇംഗ്ലീഷ് എഴുതാനും അതിലെ തെറ്റുള്ളതിലെ തെറ്റ് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഒരു ഗ്രാമാറ്റിക്കൽ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് പല മത്സര പരീക്ഷകളും പ്രധാനമായിട്ട് വരാറുണ്ട്. ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാൻ അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാൻ. പിന്നെ ഈ മത്സര പരീക്ഷകളിലെ ഇംഗ്ലീഷ് പലപ്പോഴും ജനറൽ നോളജുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കറന്റ് അഫയേഴ്സിനെ പറ്റിയും ജനറൽ നോളജിന്റെ വിവിധ വശങ്ങളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ നല്ല കഴിവുള്ള ഒരാൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുള്ളൂ. പക്ഷെ എഴുതാനുള്ള കഴിവ് മാത്രം പോരാ, ഒരു പരിജ്ഞാനം അല്ലാതെയും വേണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു കാഴ്ചപ്പാട് വേണം. അപ്പൊ ഒരു മത്സര പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന ആൾ എന്ത് പരീക്ഷയാണ് എഴുതാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് അതിന്റെ റിക്വയർമെന്റ്സ് പ്രത്യേകമായിട്ട് അയാൾ അതിന് തയ്യാറെടുക്കേണ്ടതുണ്ട്. ഭാഷ ഒരുപാട് വായിക്കുക, ഒരുപാട് ജനറൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കുക, അവനവന്റെ സബ്ജക്റ്റിലും ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാക്കുക, എഴുതാൻ നന്നായിട്ട് പഠിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഒരു പ്രേക്ഷകൻ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? ജോബിൻ. ജോബിൻ, എവിടുന്നാ വിളിക്കുന്നത്?
കണ്ണൂരിൽ നിന്നും. ജോബിൻ, നാം സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും പഠന സാധ്യതകളെക്കുറിച്ചും ഒക്കെയാണ്. മാഡത്തോട് ചോദിച്ചോളൂ. ഹലോ മാഡം. ചോദിച്ചോളൂ ജോബിൻ. ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പമാക്കാം പഠനത്തിനൊക്കെ? എങ്ങനെ? ജോബിൻ എന്താ ചെയ്യുന്ന? സ്റ്റുഡന്റ് ആണോ? അതെ, സ്റ്റുഡന്റ് ആണ്. ജോബിൻ വായിക്കാറുണ്ടോ എന്തെങ്കിലും ബുക്സ് ഒക്കെ? വായന കുറവാണ്. കുഴപ്പമില്ല, ഇപ്പൊ ഒരുപാട് പേർക്ക് വായന കുറവാണ്. ഇംഗ്ലീഷ് ന്യൂസ്, ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്നുണ്ടോ? സിനിമകൾ കാണാറുണ്ട്. എന്തൊക്കെ സിനിമ അയ്യടെ കണ്ടത് പറയൂ. ജുറാസിക് പാർക്ക്, സ്പൈഡർമാൻ. ടിവിയിലായിരിക്കും അല്ലെ? ഇപ്പൊ ജംഗിൾ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, പോയി കണ്ടോളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ ടിവിയിലൊക്കെ അല്ലെങ്കിൽ DVD-കളിലൊക്കെ ഇംഗ്ലീഷ് സിനിമകൾക്ക് സബ് ടൈറ്റിൽസും ഉണ്ടാവുമല്ലോ. ആ സബ് ടൈറ്റിൽസും കൂടെ ഇട്ടിട്ട് അത് അവർ പറയണ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് വീണ്ടും ഒന്ന് സ്വയം റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും വായിക്കണം ജോബിൻ. കാരണം ന്യൂസ് പേപ്പർ മാത്രമല്ല, എന്തെങ്കിലും ചെറിയ പുസ്തകങ്ങളാവാം, മാഗസീൻസ് ആവാം. എന്തെല്ലാം മാഗസീൻസ് ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. ഇപ്പോ ഔട്ട്ലുക്കോ ഫ്രണ്ട് ലൈനോ അങ്ങനെ എന്തെങ്കിലും ഒരു മാഗസീൻ സ്ഥിരമായിട്ട് വാങ്ങി വായിക്കണം. മാത്രമല്ല, കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ ഒക്കെ ആയാലും മതി, ഒന്ന് ട്രാവൽ ചെയ്ത് പോകണം. എന്നിട്ട് അവിടെ പോയി ആളുകളുമായിട്ടൊന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഈ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ധാരാളം മതി ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ജോബിൻ. മാത്രമല്ല, അത് താല്പര്യം കൂടി വേണം. അതിനോടൊരു പേടിയില്ലാതെ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ഒരു താല്പര്യം ഉണ്ടാക്കി നോക്കൂ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. വളരെ മലയാളം മീഡിയത്തിൽ പഠിച്ച, വളരെ ചെറിയ സ്കൂളുകളിലൊക്കെ പഠിച്ചവർ പോലും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. ജോബിനും പറ്റും. ആ ഒരു താല്പര്യം, ഒരു പാഷനും ഉണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും, എനിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു വിചാരവും അതിനു വേണ്ടിയിട്ട് എല്ലാ അവസരങ്ങളും വിനിയോഗിക്കുകയും ചെയ്താൽ മാത്രം മതി. വേറെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യണം കേട്ടോ. ശരി ശരി, വിളിച്ചതിന് നന്ദി. സാർ, നമ്മുടെ മാന്യ പ്രേക്ഷകനായ ജോബി ഒരു പഠിതാവാണ്, ഒരു വിദ്യാർത്ഥിയാണ് ജോബി ചോദിച്ചത് എങ്ങനെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുവാൻ സാധിക്കുമെന്നാണ്. ഈ ചോദ്യവുമായിട്ട് അനുബന്ധപ്പെടുത്തി ചോദിക്കുകയാണ് എങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുവാൻ സ്കൂൾ തലത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുവാൻ സാധിക്കും എന്ന് പറയാം? വളരെ വളരെ നല്ല ചോദ്യമാണ്. കാരണം സ്കൂൾ തലത്തിലാണ് ഇതിന്റെ പരിഹാരം കിടക്കുന്നത്. പ്രധാനമായിട്ടും സ്കൂളിലെ ഈ ഇംഗ്ലീഷിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം വരണം. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ സോഷ്യൽ സ്റ്റഡീസും സയൻസും മറ്റ് സബ്ജക്ട്സിനുമാണ് പ്രാധാന്യം. ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ പീരീഡ് പോലെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലോ ഒന്ന് ഭാഷ എങ്ങനെയെങ്കിലും കുറച്ച് മാർക്ക് കിട്ടാനുള്ള അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിനെ കാണുന്നത്. അതിന് പകരം മറ്റു സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതലായിട്ടുള്ള ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം. വെറുതെ അസൈൻമെന്റ്സും പ്രോജക്റ്റും ഒക്കെ കൊടുത്താൽ പോരാ. കാരണം അത് എങ്ങനെയെങ്കിലും അച്ഛനമ്മമാര് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ ഒക്കെയാണ് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്, കുട്ടികൾ ചെയ്യുന്നത് അസൈൻമെന്റ്സും പ്രോജക്ട്സും ഒക്കെ. അത് പോരാ, കുറച്ചും കൂടി ക്ലാസ് റൂമിനകത്തുള്ള ആക്ടിവിറ്റീസ് അവരുടെ തന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സിറ്റുവേഷൻസിൽ ആധാരമായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികളെ കൊണ്ട് നിരന്തരം ചെയ്യിപ്പിക്കേണ്ടതാണ്. പല സ്കൂളുകളിലും അതിപ്പോൾ നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൻപുറത്തും സബർബൻ ആയിട്ടുള്ള സ്കൂളുകളിലും ഒക്കെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. മാഡം, സ്കൂൾ തലത്തിൽ നിന്ന് കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ കോളേജ് തലത്തിൽ ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് എങ്ങനെ ജനകീയമാക്കുവാൻ സാധിക്കും എന്നൊന്ന് പറയാമോ മാഡം? കോളേജ് തലത്തിൽ കുറെ കൂടി ക്രിയേറ്റിവിറ്റി നമുക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചെയ്യിപ്പിക്കണം. കോളേജിലെ കുട്ടികളെ കൊണ്ട് അവരുടെ സ്വന്തം മാഗസീൻസ് ഉണ്ടാക്കിപ്പിക്കുക, പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യിപ്പിക്കുക, ഇംഗ്ലീഷ് ഭാഷ ആധാരമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള കോമ്പറ്റീഷൻസും പ്രോഗ്രാംസും നടത്തിപ്പിക്കുക, അതിൽ പങ്കെടുപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോളേജ് കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ പല കോളേജുകളിലും നമ്മൾ വിചാരിച്ച വേണമെങ്കിൽ കുറച്ച് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അതിന് യൂണിവേഴ്സിറ്റിയും കോളേജും മുൻകൈ എടുത്താൽ വേറെ സ്ഥലത്ത് നിന്നുള്ള കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെ പോയി അവിടുത്തെ പ്രൊഫസേഴ്സുമായിട്ടും കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളും ഇന്ന് പലരും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കോളേജിലെ കുട്ടികൾക്ക് രണ്ടാമത് ഇനിയൊന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടി വളരെയധികം കൊടുക്കണം. അവരെന്ത് ആണ് ജോലി അവർക്ക് കിട്ടാൻ പോകുന്നത്, അവരെന്തിനു വേണ്ടിയാണ് ഈ പഠിക്കുന്നത് എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭാഷാ ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതാണ്. മാഡം, നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. എന്റെ കണ്ണു കറുത്തു നിറം വളരെ എന്നുയിരിൽ വിടരും പനിമലരെ
രഹീന, നിങ്ങളിപ്പോ പോ. അണ്ണുണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ദൈവമാണ്. ഒരു ചാക്ക് കലയിലെഴുതാൻ ഒരു പോക്ക് ഉടയവനറിഞ്ഞ് വിളി കേട്ട് ഇവന് ഒരു സംഗീതവും നൃത്തവും തമാശക്കൂട്ടുകളുമായി പുതുതലമുറയുടെ വിഷുക്കൈനീട്ടം ചൈത്രോത്സവം ഏപ്രിൽ 13-14 തീയതികളിൽ ദൂരദർശനിൽ. സമയം രാത്രി 8:30 മുതൽ 10:30 വരെ. മറക്കാതെ കാണുക ചൈത്രോത്സവം. ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. സംസാരിക്കുന്ന വിഷയം ഇംഗ്ലീഷ് ഭാഷയിലെ പഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളും. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ കല്യാണി വല്യത്ത്. മാഡം, നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛികമായി എടുത്ത് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛികമായി എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത എത്രത്തോളമുണ്ട് എന്നൊന്ന് പറയാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് സാഹിത്യത്തിനെയും അത് മാത്രമായിട്ട് നിർത്താതെ അതിനെ വേറെ ചില സബ്ജക്ട്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ വളരെയധികം ജോലി സാധ്യതകളുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിനും. ഒരു പ്രധാനപ്പെട്ട ജോലി സാധ്യത ടീച്ചർ ആവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്നാൽ പലപ്പോഴും ഇപ്പൊ ജോബ്സ് ഒക്കെ സാച്ചുറേറ്റഡ് ആയിരിക്കുകയാണ്. പലയിടത്തും ഇപ്പൊ ജോലികൾ കിട്ടാനായിട്ട് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ കുട്ടികൾ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വിമുഖത കാണിക്കുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യം എന്നുള്ളത് ഇപ്പൊ കൗൺസിലേഴ്സ് ഫോർ എക്സാമ്പിൾ, കൗൺസിലിംഗിന് ഒരു കോഴ്സ് ചെയ്താൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവർക്ക് അതിൽ വളരെയധികം ശോഭിക്കാം. അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവർക്ക് പലർക്കും HR ആയിട്ടും ബിസിനസ് മേഖലകളിലും ഒരുപാട് സാധ്യതകളുണ്ട്. റൈറ്റിംഗ്, ഇതൊക്കെ നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. റൈറ്റിംഗിലും സാഹിത്യം പഠിച്ചവർക്ക് വളരെയധികം സ്കോപ്പ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗിനെ വളരെ തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നേയില്ല. പക്ഷെ നമ്മളിൽ പലർക്കും പുസ്തകങ്ങൾ എഴുതാനും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം പഠിപ്പിക്കാനും വേണ്ടിയിട്ടും ഒക്കെയുള്ള പുസ്തകങ്ങൾ എഴുതാനും ഒക്കെ ഒരുപാട് കഴിവുകളും ഒക്കെ ഉണ്ട്. അത് പബ്ലിഷേഴ്സിന് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ റൈറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്താലും ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവർക്ക് വളരെയധികം സ്കോപ്പ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്തിൽ റിസർച്ച് ചെയ്യുന്നു എന്നുള്ളത് പോലെ ആയിരിക്കും. അത് മീഡിയയിലാവാം. മീഡിയ, ഫിലിം, ടെലിവിഷനൊക്കെ ആധാരമാക്കിയുള്ള റിസർച്ച് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ മേഖലകളിലേക്ക് പോകാൻ പറ്റും. എന്താണ് നമ്മൾ ജോലി നമ്മൾ നോക്കുന്നതെന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ അതിൽ റിസർച്ച് ചെയ്യാൻ. അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള MSW പോലത്തെ കോഴ്സുകൾ, സോഷ്യൽ ആക്ടിവിസം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, ഇത്തരം മേഖലകളിലും ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവർക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം സാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് സാഹിത്യം മാത്രമല്ല, ഒരുപാട് കൾച്ചറൽ തിയറിയും സാമൂഹികമായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സും നമ്മുടെ MA ഇംഗ്ലീഷിനുണ്ട്. അതും നമ്മൾ ടാപ്പ് ചെയ്യേണ്ടതാണ്. മാഡം, നമ്മുടെ ഒരു പ്രേക്ഷകൻ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ മാഡം, നമുക്ക് കോള് ലഭിക്കുന്നില്ല, കട്ടായിരിക്കുകയാണ്. മാഡം, പലപ്പോഴും നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് കേൾക്കാറുണ്ട്. ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെയും അമേരിക്കൻ ഇംഗ്ലീഷിന്റെയും വ്യത്യാസത്തെക്കുറിച്ച് ഒന്ന് പറയാമോ മാഡം? പണ്ടായിരുന്നു അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും. ഇന്ന് ലോകത്തിലെല്ലാം കൂടെ ഒരു ഇംഗ്ലീഷാണ്. അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തരം ഇംഗ്ലീഷാണ് ഇപ്പൊ BBC പോലും കാണുന്നത്. ന്യൂട്രൽ ഇംഗ്ലീഷ് തന്നെ നമുക്ക് പറയാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെയും അമേരിക്കൻ ഇംഗ്ലീഷിന്റെയും പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങളാണ്. ഒന്ന്, പ്രൊനൗൺസിയേഷൻ വളരെ വ്യത്യാസമുണ്ട്. രണ്ട്, അതിൽ അവർ യൂസ് ചെയ്യുന്ന വാക്കുകൾക്കും വളരെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു പ്രശ്നമല്ല. ഇന്ന് പൊതുവെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷാണ് പൊതുവായിട്ട് വരുന്നത്. അതും ന്യൂട്രൽ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് അതിന്റെ ഒരു വ്യത്യാസം ഇന്ന് അത്ര പ്രസക്തമല്ല. മാഡം, തൊഴിൽ സാധ്യതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, മത്സര പരീക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, മാഡം ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ഒരു പ്രേക്ഷകൻ നമ്മളൊപ്പം ചേരുകയാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേരെന്താണ്? നമസ്കാരം സാർ, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? ഹലോ. പറഞ്ഞോളൂ മാഡം, പേരെങ്ങനെയാണ്? എവിടുന്നാണ് മാഡം വിളിക്കുന്നത്? ഓക്കെ മാഡം, ചോദിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ മാഡം. മാഡം, ഞാൻ
മാഡം ഒരു കാര്യം ചെയ്യാമോ, ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ മാഡം. ആ ഇനി ചോദിച്ചോളൂ മാഡം. ചോദിച്ചോളൂ മാഡം. ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പം പിന്നെ ഞാൻ ഇംഗ്ലീഷ് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയെല്ലാം പഠിച്ചിട്ടും നമുക്ക് ശരിക്കും ഇംഗ്ലീഷ് അങ്ങോട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുക. എനിക്ക് തോന്നുന്നു വീട്ടിലിരുന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് വായിക്കാൻ മാത്രമാണോ അനിത ചെയ്യുന്നത്? അതെ 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 അതെ, അതാണ് പ്രശ്നം അനിത. കുറച്ചും കൂടി ഒരു ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ വേണം. അതിനെന്തെങ്കിലും അവസരം ഉണ്ടോ? അല്ലെങ്കിൽ അവസരങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ചെയ്തിട്ട് ആ ഗ്രാമർ അങ്ങോട്ട് നമുക്ക് പിടികിട്ടുന്നില്ല. എങ്ങനെ സംസാരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് എന്തെങ്കിലും നാഷണൽ ജോഗ്രഫിക്കോ അല്ലെങ്കിൽ എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ അത് BBC ആണെങ്കിൽ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആനിമൽ പ്ലാനറ്റോ അങ്ങനെ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് TV-യിൽ കുറെ കൂടി കാണൂ. എന്നിട്ട് വെറുതെ കണ്ടാൽ മാത്രം പോരാ, അത് മൈൻഡ്ഫുൾ ആയിട്ട് നല്ല ശ്രദ്ധിച്ച് കാണുകയും അവർ പറയുന്ന വാക്കുകളെയും വാക്യങ്ങളെയും ഒക്കെ സ്വയം പറയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം. മാത്രമല്ല ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമല്ലാതെ കുറച്ച് അല്ലാത്ത പുസ്തകങ്ങൾ വായിക്കൂ. ഒരു നോവൽ വായിക്കൂ ഇംഗ്ലീഷില്. ധാരാളം ഒരു ബുക്ക് ഷോപ്പിലേക്ക് പോയാൽ പല രീതിയിലുള്ള നോവൽസ് കാണാം. ഇപ്പൊ ശശി ദേശ്പാണ്ഡെ ഫോർ എക്സാമ്പിൾ, ശശി ദേശ്പാണ്ഡെയുടെ നോവൽസ് ഒക്കെ വളരെ ഇന്ത്യൻ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല രസമുള്ള നോവൽസ് ആണ് വായിക്കാനൊക്കെ. അങ്ങനെ കുറച്ച് നോവൽസ് വായിക്കുന്നത് ഒരു ശീലമാക്കും. അതോടുകൂടി തന്നെ പലപ്പോഴും ഇംഗ്ലീഷിന്റെ ഈ ഗ്രാമർ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വനിതാ. അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു അവസരവും പാഴാക്കരുത്. ശരിയില്ല, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഫ്ലുവൻസിയായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു തുടക്കത്തിന് വേണമെങ്കിൽ നല്ലൊരു കോഴ്സിന് ചേരാം, ഒരു കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ചേരാം. അപ്പൊ എന്താ വെച്ചാൽ കുറെ ആളുകളുമായിട്ട് ഇന്റൻസ് ആയിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ആ തുടക്കത്തിന്റെ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. മാഡം വിളിച്ചതിന് നന്ദി. മാഡം അനിത മാഡത്തിന് ചോദിച്ചപ്പോൾ മാഡം ഉത്തരമായിട്ട് പറയുകയുണ്ടായി കോഴ്സിന് ചേരുക എന്ന് പറയുകയുണ്ടായി. ഇംഗ്ലീഷ് ഭാഷ അനായാസം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ അധ്യാപകന്റെ മുഖത്ത് നിന്ന് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. ഞാൻ കോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അധ്യാപകൻ നിന്ന് ലെക്ചർ ചെയ്യാന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ നല്ല കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് എന്നാണ് എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്ന കോഴ്സസ്. അത് കുറെ ആളുകൾ കൂടി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനുള്ള അവസരം പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സിൽ നിന്ന് കിട്ടും. അത് നമുക്ക് വീട്ടിലിരുന്നാൽ കിട്ടില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു അധ്യാപകൻ ലെക്ചർ ചെയ്തുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ശരിക്കും പഠിച്ചോളണം എന്നില്ല. ഇന്ററാക്ഷനിൽ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. മാഡം ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ലഘു ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ അവസാനിപ്പിക്കാം മാഡം. ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കേണ്ടത് കുറച്ചൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല. എല്ലാവർക്കും തെറ്റ് വരും. വളരെ പ്രാവീണ്യമുള്ളവർക്ക് പോലും ചിലപ്പോൾ തെറ്റുകൾ വരും. തെറ്റുകളിൽ കൂടി മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു അവസരവും വിനിയോഗിക്കാതിരിക്കരുത്. ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും കേൾക്കാനും ഒക്കെയുള്ള എല്ലാ അവസരവും നമ്മൾ വിനിയോഗിക്കണം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ എന്നും ഒരു അരമണിക്കൂർ നേരം വായിക്കാനോ TV പ്രോഗ്രാം കാണാനോ ഒക്കെ ആയിട്ട് നീക്കി വെക്കണം. അത് വെറുതെ ഇങ്ങനെ കണ്ട് കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഭാഷ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വായിക്കുന്നതും എഴുതുന്നതും ഒക്കെ. പിന്നീട് നമ്മൾ പഠിക്കുന്ന വാക്കുകളും നമ്മൾ സ്വായത്തമാക്കിയ ഇഡിയംസും ഒക്കെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ വേണം. ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു പാഷൻ, ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ മാഡം, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലെ പഠന സാധ്യതകളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ആശയവിനിമയം എങ്ങനെ സുഗമമാക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി സംസാരിച്ച മാഡത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.